ഓർക്കുക 2018 പ്രളയകാലം. ആ സമയത്ത് രക്ഷാദൗത്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വന്ന മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിൻ്റെ മാലാഖമാർ, കേരളത്തിൻ്റെ മിലിറ്ററി, അവരുടെ 10-15 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇന്ന് നിലനിൽപ്പ് ഇല്ലാത്ത ഒരവസ്ഥയിൽ അവരെ സഹായിക്കണം. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും അവരുടെ നന്മ 2018 മനസ്സിലാക്കിയതാണ്. ആ നന്മ നിറഞ്ഞ മനസ്സുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് ഇന്ന് നിലനിൽപ്പില്ലാതെ വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. കടലിൽ നിന്നുള്ള മണൽ ഖനനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. ഇത് ദേശീയ വിഷയമാവണമെങ്കിൽ, ദേശീയതലത്തിൽ ഇത് അറിയപ്പെടണമെങ്കിൽ ഈ വിഷയം നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം. ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആയി മാറണം ഈ വാർത്ത. അതിനായിട്ട് ചെറിയ ചെറിയ പോസ്റ്റർ ഇടുക. സേവ് ഫിഷർമാൻ, സേവ് ഫിഷിംഗ് ഫീൽഡ് എന്നുള്ള പോസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇടുക. എന്നിട്ട് ഷെയർ ചെയ്യുക. ദേശീയതലത്തിൽ ഇതിനെ ശ്രദ്ധ നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ട്രെൻഡിങ്ങിൽ നമ്പർ 1 എടുത്ത് വരണം. ചോദിച്ചാൽ ഇത് ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാകുകയും ഇതിനൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. കൂടാതെ ഇന്നത്തെ കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ സമരവും ഹർത്താലിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. കഴിവതും എല്ലാവരും ഷെയർ ചെയ്യുക. ഒറീസയിലും ആന്ധ്രയിലും നമ്മുടെ KMM 2 ഫാക്ടറികൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. 2023 മണിപ്പൂർ കലാപം കത്തിപ്പെടുന്ന സമയത്ത് പ്രതിപക്ഷ MPമാരെയെല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്ന മേഖല. പക്ഷെ അവിടുത്തെ സർക്കാർ ജനവും ഒന്നിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന, ഇപ്പോഴും നമ്മളിൽപ്പെട്ട ചിലരൊക്കെ പറയുന്നുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും വിചാരിച്ചാൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ നടപ്പായില്ല. അവരെ ഒരു പരിപാടികളും നാളിതുവരെ തമിഴ്നാട്ടിൽ നടപ്പിലായിട്ടില്ല. കാരണം സംസ്ഥാന സർക്കാരും അവിടുത്തെ ജനവും ഒറ്റക്കെട്ടാണ്. അതേപോലെ കേരള സംസ്ഥാന സർക്കാരും ഈ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം കാലം അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ കേന്ദ്ര സർക്കാരിനോ എന്ത് തന്നെ വിചാരിച്ചാലും നമ്മുടെ ഈ തീരം അദാനിക്കോ അംബാനിക്കോ അല്ലെങ്കിൽ അന്തർദേശീയ കുത്തകൾക്കോ കൊടുക്കാനുള്ള യാതൊരു തീരുമാനവും അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശക്തമായ സംസ്ഥാന സർക്കാരും ജനത്തിന്റെ കൂട്ടായ്മയാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ആശംസ അർപ്പിക്കാൻ വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞത് ഈ ന്യൂസിൽ ദേശീയ സെക്രട്ടറി കോൺഗ്രസിന്റെ സീനിയർ നേതാവ് K. സുരേഷ് ബാബു അദ്ദേഹമാണ്. അദ്ദേഹം എത്തിച്ചേരുന്നുള്ള പ്രതീക്ഷയിൽ സ്വാഗതം ചെയ്യുന്നു. യോഹനാനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നീണ്ടകര ശക്തിയുള്ള സംയുക്ത ലേല തൊഴിലാളി സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീമാൻ ജാക്സൺ ആന്റപ്പനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയാൻ ഇവിടെ ഉള്ള സുനിൽ ലോറൻസിനെയും യോഗത്തിന്റെ പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് സർവോപരി ഇവിടെ എത്തിച്ചേർന്ന, ഇതൊരു വൻ വിജയമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെ തൊഴിലാളി സുഹൃത്തുക്കളും നല്ലവരും മത്സ്യത്തൊഴിലാളികളുമായി ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന നിങ്ങളെ എല്ലാവർക്കുമാണ് ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നത്. തുടർന്നുള്ള എല്ലാ സമരങ്ങളിലും ഇതേപോലെ നമ്മുടെ കൂട്ടായ്മ രാഷ്ട്രീയത്തിനതീതമായി, ട്രേഡ് യൂണിയൻ സംസ്കാരത്തിനതീതമായി ഈ കൂട്ടായ്മ പടർന്ന് പന്തലിച്ച് കേന്ദ്ര സർക്കാരിനോട് താക്കീതായി മാറി ഈ കരിനിയമം വലിച്ചെറിയത്തക്ക രീതിയിൽ നമ്മൾ ശക്തി പ്രാപിക്കുന്ന പ്രതീക്ഷയോടുകൂടി ഇന്ന് വൈകിട്ട് നടക്കുന്ന സംയുക്തമായി നടക്കുന്ന നമ്മുടെ രൂപതയുടെയും സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പരിപാടിയിലും ഇതേ പങ്കാളിത്തം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കരുതലില്ലായ്മ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുകയും തീരദേശ ഹർത്താലിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കൊല്ലം മത്സ്യമേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ ഈ രൂപയുടെ വിദേശനാണ് ഓരോ വർഷവും നേടിക്കൊടുക്കുന്ന ഒരു മേഖല. അതിലുപരി ഇന്ത്യയിൽ 11-12 സംസ്ഥാനത്തോളം നീണ്ടു നടക്കുന്ന നമ്മുടെ വലിയ അങ്ങനെ വിശാലമായ ഒരു തൊഴിൽ മേഖലയെ അതിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലുകളായി അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നാം അന്ന് ചർച്ച ചെയ്യുകയും ഇന്ത്യൻ ബ്ലൂ എക്കോണമിയെക്കുറിച്ച് നിയമം പാസ്സാക്കിയപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ്.
ബന്ധപ്പെട്ട മേഖലയിലുമായി ഒരു വ്യക്തികളുമായി സംസാരിച്ചിട്ടില്ല, ഒരു വ്യക്തികളുമായി സംവാദം നടത്തിയിട്ടില്ല, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായിട്ട് സംവാദം നടത്തിയിട്ടില്ല. ഏതാണ്ട് 10 ദിവസം കൊണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയും രാജ്യത്ത് ഘടനവുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ, കാറിൽ EV ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ, ഇങ്ങനെയുള്ള ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തെ മലിനീകരിക്കാൻ ആക്കാത്ത രീതിയിലുള്ള പ്രശ്നം നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ മത്സ്യലഭ്യത കുറയുവാനുള്ള പ്രശ്നം, ആഗോളതാപനം ഒരു മുഖ്യ കാരണം തന്നെയാണ്. ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായി നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായിട്ട് 25,000 മെട്രിക് ടൺ ഐസാണ് മെൽറ്റായി കടലിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ സെൻറ്റിമീറ്റർ വീതം കടൽ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ ഈ കേരള തീരത്ത് വളരെ പെട്ടെന്ന്, അതായത് ആണെങ്കിൽ ഈ 2000 കടന്നപ്പോഴത്തേക്കും വളരെ പെട്ടെന്നാണ് 11 സെൻറ്റിമീറ്ററോളം ഉയർന്നു എന്നാണ് പറയുന്നത്. 2030 ആകുമ്പോഴത്തേക്കും കൊച്ചിയിലൊക്കെ ഏകദേശം 11 സെൻറ്റിമീറ്ററോളം ഉയരം വരും. കുറേ ഭാഗങ്ങൾ, കുറേ തുരുത്തുകൾ, നമ്മുടെ വണ്ടോ തുരുത്തടക്കം വെള്ളം കയറുമെന്നാണ് പറയുന്നത്. 2050 ആകുമ്പോഴത്തേക്കും ഈ തുരുത്തുകളെല്ലാം വെള്ളത്തിൽ മുങ്ങും എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യം. ഈ കൊല്ലം പാര് അതെന്തു തന്നെയാണ് നമ്മൾ നീണ്ടകര പ്രദേശത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ 10-12 കിലോമീറ്റർ 30 നോട്ടിക്കൽ മൈലിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ഈ വ്യത്യസ്ത കാലാവസ്ഥയിലും അത്യാവശ്യം മീൻ ലഭ്യമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ട്രോളിംഗ് നിരോധനം കഴിയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും നമ്മളെ കോഴിക്കോട് നിന്നും മുനമ്പത്തു നിന്നും എല്ലാവരും ഇങ്ങോട്ടേക്കാണ് വരുന്നത് മീൻ പിടിക്കാനായിട്ട്. അത്യാവശ്യം മീൻ ലഭ്യതയുള്ള സ്ഥലമാണ്. ആ പ്രദേശം അതങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈ ശക്തികുളങ്ങരക്കാരുടെ മാത്രം വിഷയമല്ല, കൊല്ലം ജില്ലക്കാരുടെ മാത്രം വിഷയമല്ല. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിൻ്റെ, കന്യാകുമാരി മുതൽ ഏകദേശം ഗോവ വരെ നീണ്ടു നടക്കുന്ന ഒരു വലിയ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ വലിയ പ്രതീക്ഷയുടെ മുനമ്പാണിത്. അവിടെയാണ് ഇപ്പം ഘടന നടക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കണക്കുള്ള കൊബാൾട്ട് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുപോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ചിലർ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ വരുന്ന മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും, അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. നമ്മളുടെ ആശങ്ക ഇത് തന്നെയാണ്. ഖനനം ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ 3 സ്ഥലങ്ങളാണ് അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് കേരളവും, രണ്ടാമത് ഗുജറാത്തും, മൂന്നാമത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും. പക്ഷേ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് മെറ്റൽസുകളും ധാതുക്കളും ഒക്കെ ഖനനം ചെയ്യുന്നുണ്ട്. ഗുജറാത്തിൽ നിന്ന് ചുണ്ണാമ്പ് കല്ല് ഖനനം ചെയ്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മണൽ, നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള മണലാണ് ഖനനം ചെയ്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കൊല്ലം ജില്ലയിലാണ് ഈ ഖനനം ആദ്യം ബാധിക്കുന്നത്. കേരളത്തിൽ 5 സെക്ടറുകളിൽ നിന്നാണ് ഈ മണൽ ഖനനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 3 സെക്ടറുകളും നമ്മുടെ കൊല്ലം ജില്ലയിലാണെന്നുള്ളതാണ്. വർക്കല മുതൽ അമ്പലപ്പുഴ വരെ വരുന്ന 85 കിലോമീറ്റർ നീളം വരുന്ന സ്ഥലത്ത് 3 സെക്ടറുകൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ആകർഷണമെന്ന് നമ്മൾ സംശയിക്കുന്നത് ന്യായമായി. നമ്മളുടെ കൊല്ലം ജില്ലയിലാണ് ധാതു മണലിന്റെ ഏറ്റവും വലിയൊരു സമ്പന്നതയുള്ളത്. വളരെ വിലപിടിപ്പുള്ള തോറിയവും പിന്നെ ഇൽമനൈറ്റും മോണോസൈറ്റും റൂട്ടൈലും സർക്കനും ഇതുപോലുള്ള നിരവധിയായ മണലുകളുടെ ഒരു സാന്നിധ്യമുള്ള പ്രദേശമാണ് നമ്മുടെ കടൽ. അപ്പൊ ഈ കടലിൽ ഇപ്പൊ ഇവരിങ്ങനെ ഈ നിർമ്മാണ ആവശ്യങ്ങൾക്കാണ് നമ്മുടെ കൊല്ലം ഫിഷിംഗ് ബാങ്ക് 1952 നമ്മളുടെ ഈ ഇന്ന് കാണുന്ന നമ്മുടെ ഈ നാട്ടിന് ഈ സാമ്പത്തിക സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ച ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിന്റെ തുടക്കം കുറിച്ചത്. നോർവേക്കാർ 1952 വന്ന് 53 കാലഘട്ടത്തിൽ നമുക്കിവിടെ ബോട്ടുകൾ തരികയും നമുക്ക് ട്രെയിനിങ് തരികയും നമ്മളെ മെക്കനൈസേഷൻ എന്ന മത്സ്യബന്ധനം പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ, അന്ന് അവർ വന്ന കൂട്ടത്തില് കേരള എർസൺ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. കേരളത്തിലുള്ള ഇന്ത്യയിലെയും കേരളത്തിലെ എല്ലാ ഇതുപോലെ മത്സ്യ ബാങ്കുകളെ കുറിച്ച് പഠിച്ചു. പക്ഷെ പഠിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ ഫിഷിംഗ് ബാങ്ക് എന്ന് പറയുന്നത് കൊല്ലം ഫിഷിംഗ് ബാങ്കാണ്. കൊല്ലം ഫിഷിംഗ് ബാങ്കിൽ കിട്ടാത്തതായ ഒരു മത്സ്യവുമില്ല. ഏറ്റവും കൂടുതൽ കയറ്റുമതി പ്രാധാന്യമുള്ള ചെമ്മീൻ വർഗ്ഗങ്ങളും കയറ്റുമതി പ്രാധാന്യമുള്ള കണവ ഐറ്റങ്ങളും
ആഭ്യന്തര ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളും നിരവധിയായി ലഭിക്കുന്ന ഒരു ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഫിഷിംഗ് ബാങ്കാണ് കൊല്ലം ഫിഷിംഗ് ബാങ്ക് അഥവാ കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് ഈ ഖനനം തുടങ്ങാനായിട്ട് ഈ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ടൺ മണലാണ് ഇവർ ഖനനം ചെയ്ത് മാറ്റാൻ പോകുന്നത്? ഈ കടല് നമ്മുടെ ഈ പോറ്റമ്മയുടെ നെഞ്ചു കുത്തി പൊളിച്ച് ഈ മണലും ഈ ധാതുക്കളും ഒക്കെ ഇവർ ഖനനം ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് അവിടെ ചെന്നാൽ പിന്നെ മത്സ്യം ലഭിക്കുമോ? എങ്ങനെയാണ് ഇവർ ഖനനം ചെയ്യുന്നത്? ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തില് 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ വരുന്ന ആഴത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ട്